പലപ്പോഴും ക്ലിനിക്കിൽ വരുമ്പോൾ യങ്സ്റ്റേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ഈ അടുത്തായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്, മസിൽ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ക്രിയാറ്റിൻ പൗഡറായിട്ട് എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ പലരും അവർ പ്രോട്ടീൻസും എടുക്കുന്നുണ്ടാവും, വേ പ്രോട്ടീൻസ് ഒക്കെ എടുക്കുന്നുണ്ടാവും, അതിൻ്റെ കൂടെ ആയിരിക്കും ഇതും കൂടി എടുക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു പേടി വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പദത്തിന് ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന ഒരു പദമായിട്ട് വളരെ സാമ്യമുണ്ട്. അപ്പോൾ ഈ ക്രിയാറ്റിനിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രക്തത്തിൽ വൃക്കയുടെ പ്രവർത്തനം അളക്കുന്ന ഒരു ടെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രിയാറ്റിൻ എടുക്കുന്നത് കൊണ്ട് കിഡ്നി അടിച്ചു പോവോ അതുപോലെ ഉള്ള പേടികളൊക്കെ ആൾക്കാർക്കുണ്ട്. അപ്പോൾ ആദ്യം ക്രിയാറ്റിൻ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അല്ല, 3 അമിനോ ആസിഡ്സ് ചേർന്ന ഒരു കെമിക്കലാണ് ഈ ക്രിയാറ്റിൻ. ഈ ക്രിയാറ്റിൻ സാധാരണ നമ്മുടെ ശരീരത്തിൽ കൂടുതലും സ്റ്റോർ ചെയ്യുന്ന ഫോസ്ഫേറ്റ് ഒക്കെ ആയിട്ട് ബൈൻഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ മസിലിലാണ്. ഈ ക്രിയാറ്റിൻ്റെ പ്രവർത്തനം ഈ മസിലിലേക്കുള്ള എനർജി, അതിൻ്റെ കറൻസി ATP എന്ന് വേണമെങ്കിൽ പറയാം, ATP കറൻസി സ്റ്റോർ ചെയ്യുകയും അത് ആവശ്യമുള്ള സമയത്ത് മസിലിന് കൊടുക്കുകയും ചെയ്യുന്നതാണ് ഈ ക്രിയാറ്റിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അതുകൊണ്ട് നമ്മൾ ഈ മസിൽ എക്സസൈസസും വെയിറ്റ് ബിൽഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, മസിൽ ബിൽഡിങ്ങും ഒക്കെ ചെയ്യുന്ന, ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ മസിലിൽ ചെറിയ മൈക്രോ ടയേഴ്സ് ഒക്കെ ഉണ്ടാകും. ഇതിൻ്റെ റിപ്പയറിന് വേണ്ടിയിട്ട് ഈ ക്രിയാറ്റിൽ നിന്ന് ആ എനർജി എടുത്ത് ആ മസിൽ ആ റിപ്പയർ നടത്തും. അങ്ങനെ മസിലിൻ്റെ ബൾക്ക് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഓവറോൾ ജുഡീഷ്യസ്ലി ഉപയോഗിക്കുകയാണെങ്കിൽ ക്രിയാറ്റിൻ ഒരു പേടിക്കേണ്ട ഒരു സാധനമല്ല. നമുക്ക് ജുഡീഷ്യസ് ആയിട്ട് അണ്ടർ ഇൻസ്ട്രക്ഷൻ ആൻഡ് കെയർഫുൾ മോണിറ്ററിങ് നമുക്ക് ഈ ക്രിയാറ്റിൻ എടുത്താൽ ഗുണമുണ്ട്. ആകപ്പാടെ അതിൻ്റെ അകത്തുള്ള ഒരു ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് വയറ്റിൽ ചെറിയ അപ്സെറ്റ് വരാറുണ്ട്, ചില ആൾക്കാർക്ക് ഡീഹൈഡ്രേഷൻ വരാറുണ്ട്. എന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് കുടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഡീഹൈഡ്രേഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളൊരു പേടിക്കേണ്ട പ്രോഡക്റ്റ് അല്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നിർദ്ദേശപ്രകാരം എടുക്കാവുന്നതാണ്.